ന്യൂസ് 8 എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത കേരളം ഇവിടെ തുടങ്ങുകയാണ്. എന്തായാലും ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി നമ്മളെല്ലാം കെങ്കേമമായി ആഘോഷിച്ചു. എന്തായാലും ആഘോഷത്തിന്റെ കാര്യത്തിൽ മലയാളി എന്നും പൊളിയല്ലേ. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്കടക്കം ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. റെക്കോർഡ് മദ്യവിൽപ്പനയായിരുന്നു അത്. എന്തായാലും ക്രിസ്മസ് ആഘോഷത്തിന്റെ ആ ഒരു ആലസ്യമൊന്നും ആർക്കും വിട്ടുമാറിയിട്ടുണ്ടാവില്ല. ഇനി എന്തായാലും പുത്തൻ പുതുവർഷത്തിനായിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പാണ്. നല്ല വർഷമാവട്ടെ എന്നുള്ളൊരു കാത്തിരിപ്പാണ്. ഈ പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആദ്യം മനസ്സിലാക്കുന്ന ഒരു ചോദ്യമുണ്ട്, എത്ര പെട്ടെന്നല്ലേ ഒരു വർഷം പോയതെന്ന്. ആ ഒരു ചോദ്യം തന്നെയായിരിക്കും എല്ലാവരുടെ മനസ്സിലും. എന്തായാലും പുതുവർഷത്തിന് എടുക്കാനുള്ള പ്രതിജ്ഞകളൊക്കെ നമ്മളൊക്കെ മനസ്സിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെ നന്നാവണം, ഇങ്ങനെ നന്നാവണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവച്ചായിരിക്കും പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും 2024 എല്ലാവർക്കും നല്ലൊരു വർഷം ആവുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നമുക്കും പങ്കുവെക്കാനുള്ളത്. അതോടൊപ്പം തന്നെ 41 ദിവസത്തെ മണ്ഡല വ്രത പൂജകൾ നാളെ അവസാനിക്കുകയാണ്. വൃശ്ചികം നാളെ അവസാനിക്കുകയാണ്. ശബരിമലയിൽ വലിയ തിരക്കാണ്. ഭക്തരൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകളുള്ളൊരു ദിവസം തന്നെയാണ് ഇന്ന്. നമ്മളെന്തായാലും ക്രിസ്മസ് ആലസ്യമൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി വാർത്തയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പ്രധാന തലക്കെട്ടുകൾ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന് നാളെ പരിസമാപ്തിയാവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോകുന്നത് ശബരിമലയിലേക്കാണ്. ശബരിമല വാർത്തകൾ നോക്കാം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. നാളെ മണ്ഡല പൂജ നടക്കാനിരിക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. ഇന്ന് രാവിലെയും ദർശനത്തിനായുള്ള തീർത്ഥാടകരുടെ ക്യൂ ശബരി പീഠം വരെ നീണ്ടുകിടക്കുകയാണ്. തങ്കയാങ്കി ഘോഷയാത്ര എത്തുന്ന സാഹചര്യത്തിൽ 1 മണി മുതൽ 6 മണി വരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കടത്തിവിടുകയുമില്ല. വൈകിട്ട് 6:30 തങ്കയാങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. സന്നിധാനത്ത് ഇന്നലെ 18ാം പടി കയറിയത് 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകരാണ്. CV അനുമോദ് സന്നിധാനത്ത് നിന്നും ചേരും. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും മണ്ഡലകാലം നാളെ അവസാനിക്കുകയാണ്. തീർത്ഥാടകരുടെ ഒഴുക്കിന് യാതൊരു കുറവുമില്ല. വലിയ റെക്കോർഡ് തീർത്ഥാടകരാണ്, ഭക്തരാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. എന്താണ് ഇന്നത്തെ ഒരു കാഴ്ച സാഹചര്യം? ഗുഡ് മോർണിംഗ്. ശബരിമലയിലേക്ക് തിരക്ക് തുടരുക തന്നെയാണ്. ഇന്നലെയും 1 ലക്ഷത്തിന് മുകളിൽ അയ്യപ്പന്മാർ, 1,09,009 അയ്യപ്പന്മാരാണ് പോലീസിന്റെ കണക്കിൽ 18ാം പടി കയറിയത്. ഇന്നും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. രാവിലെ അയ്യപ്പന്മാരുടെ ക്യൂ ശബരിപീഠം വരെ നീണ്ടുകിടക്കുന്ന ഒരവസ്ഥ. അതായത് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് വലിയ നിയന്ത്രണങ്ങളുണ്ട്. പമ്പ ഗണപതി കോവിൽ മുതൽ സെഗ്മെന്റ് ആയിട്ടാണ് കടത്തിവിടുന്നത്. 8-9 മണിക്കൂർ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തങ്കയങ്കി ഇന്ന് പമ്പയിലെത്തും. വൈകുന്നേരം 6 മണിയോടെയാണ് സന്നിധാനത്തെത്തുക. അപ്പോൾ 1 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുകയില്ല. രാവിലെ 11 മണിക്ക് ശേഷം നിലയ്ക്കലിൽ എത്തുന്ന അയ്യപ്പന്മാർക്കും പമ്പയിലെത്താൻ കഴിയില്ല. അത്തരത്തിലുള്ള 2 കടുത്ത നിയന്ത്രണങ്ങൾ കൂടി ഇന്നത്തെ ദിവസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കഴിഞ്ഞ ദിവസങ്ങളിൽ പമ്പയിലെത്താൻ കഴിയാതെ
ശബരിമലയുടെ ഇടത്താവളങ്ങളിൽ, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ ഇടത്താവളങ്ങളിൽ നിൽക്കേണ്ടി വന്ന അയ്യപ്പന്മാർക്ക് ഇന്ന് എപ്പോഴാകും സന്നിധാനത്തേക്ക് എത്താൻ കഴിയുക എന്നൊരു കാര്യം കൂടി വ്യക്തമായിട്ടില്ല. കാരണം പലരുടെയും ഈ തിരക്ക് വർദ്ധിച്ചാൽ ഇനിയും പമ്പയിലേക്ക് നിലയ്ക്കുള്ള വാഹനങ്ങൾ നിയന്ത്രിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ അവർക്ക് നാളേക്കുള്ളിലൂടെ എത്തിച്ചേരുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ഉച്ചയോടെ പമ്പയിലെ സംഖ്യാങ്കിക്ക് സ്വീകരണം നൽകും. അതിനുശേഷം വൈകുന്നേരം 5 മണിയോടെയാണ് ഇന്ന് വൈകുന്നേരം സന്നിധാനത്ത് നട തുറക്കുക. 5 മണിക്ക് നട തുറന്നാൽ ഉടൻ തന്നെ തങ്കയങ്കി സ്വീകരിക്കാനുള്ള ദേവസ്വം പ്രതിനിധികൾ ശരംകുത്തിയിലേക്ക് യാത്രയാകും. 6:30 തങ്കയങ്കി സന്നിധാനത്തെത്തുകയും മഹാദീപാരാധന നടക്കുകയും ചെയ്യും. ഇന്ന് രാത്രി മുഴുവൻ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ ദർശിക്കാൻ തീർത്ഥാടകർക്ക് സാധിക്കും. നാളെ രാവിലെ 10:30-ക്കും 11:30-ക്കും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ ഉള്ളത്. നാളെ രാവിലെ 9:45 വരെ മാത്രമേ നെയ്യഭിഷേകത്തിനുള്ള അവസരവും ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിൽ ചില ക്രമീകരണങ്ങളിൽ മാറ്റം മണ്ഡലപൂജയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തുണ്ട്. അപ്പോൾ ഈ ഒരു സമയപരിധിക്കുള്ളിൽ അയ്യപ്പന്മാർക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. തിരക്ക് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ പമ്പ മുതൽ സന്നിധാനം വരെ പലയിടത്തും നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെ വേണം മല കയറുവാൻ. ഇപ്പോഴും ഇന്നലെ വൈകുന്നേരം മല കയറാൻ തുടങ്ങിയവർക്ക് ഇതുവരെയും ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് സന്നിധാനത്തുള്ളത്. അനുമോദ്, വലിയ തിരക്ക് നമ്മൾ ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. വലിയ തിരക്കെന്ന് പറഞ്ഞാൽ ക്രമാതീതമായി ഭക്തർ ക്ഷേത്രത്തിലേക്ക്, സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. വലിയ നിയന്ത്രണങ്ങൾ പമ്പ മുതലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഈ കുഞ്ഞ് മാളികപ്പുറങ്ങൾ മുതൽ മാളികപ്പുറങ്ങൾ അടക്കമുള്ള വലിയ ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനങ്ങൾ വലിയ തരത്തിൽ ഉയരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? അത്തരത്തിലുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടോ അവിടെ, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ? പമ്പ മുതൽ സന്നിധാനം വരെ എല്ലാവർക്കും ഒരേ സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ സാധ്യമാവുകയുള്ളൂ. കാരണം വളരെ ഇടുങ്ങിയ വഴിയാണ് മരക്കൂട്ടത്തു നിന്ന് സന്നിധാനം വരേക്കുള്ളത്. മരക്കൂട്ടം വരേക്കും വിശാലമായ വഴിയുണ്ടെങ്കിലും മരക്കൂട്ടത്ത് നിന്ന് ക്യൂ കോംപ്ലക്സുകളൊക്കെ അതിലേക്കുള്ള ഈ വഴികൾ തുടങ്ങുന്നത് വളരെ ഇടുങ്ങിയതാണ്. അവിടെ എല്ലാ അയ്യപ്പന്മാർ നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും വേറെ സംവിധാനം ഒരുക്കുക ഇന്ന് പ്രായോഗികമായിട്ട് സാധ്യമുള്ള ഒരു കാര്യമല്ല. അവർക്ക് സന്നിധാനത്തെത്തിയാൽ നടപ്പന്തൽ മുതൽ മാത്രമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേക ക്യൂ സംവിധാനമൊക്കെ ഉള്ളത്. 18-ാം പടി കയറി കഴിഞ്ഞാൽ അവർക്ക് അയ്യപ്പനെ ശ്രീകോവിലിന് മുൻപിൽ ചെന്ന് കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതുവരേക്കും സാധാരണ എല്ലാവർക്കുമുള്ള സൗകര്യങ്ങൾ മാത്രമേ അവർക്കും ലഭിക്കുകയുള്ളൂ. അതിൻ്റെ പ്രായോഗികമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ദേവസ്വം ബോർഡും സർക്കാരും എല്ലാം തന്നെ പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പമ്പ മുതൽ സന്നിധാനം വരെ പ്രത്യേക പരിഗണനയോ പ്രത്യേക സംവിധാനങ്ങളോ ഒരുക്കുക ഇന്ന് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ സന്നിധാനത്തെത്തിയാൽ നടപ്പന്തൽ മുതൽ ശ്രീകോവിൽ വരെ അവർക്ക് സുഗമമായിട്ട് ദർശനം നടത്താനും അല്ലെങ്കിൽ സുഗമമായി എത്തിച്ചേരാനുള്ള സംവിധാനം മാത്രമാണ് നിലവിലുള്ളത്. ഈ തിരക്ക് വർദ്ധിക്കുമ്പോൾ പ്രത്യേകിച്ച് ആളുകളെയെല്ലാം സെഗ്മെൻ്റായി തടഞ്ഞു നിർത്തുന്ന ഇടങ്ങളിൽ അവർക്ക് വെള്ളവും ബിസ്ക്കറ്റും മറ്റു കാര്യങ്ങളും നൽകുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തിരക്ക് വർദ്ധിക്കുമ്പോൾ മറ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിൽ സന്നിധാനത്തോ പമ്പ മുതൽ സന്നിധാനം വരെ വരുന്ന വഴിയിലോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അപ്പോൾ പോലും ഈ സന്നിധാനത്തേക്ക് നേരിട്ടെത്താൻ ഉള്ള ഒരു പ്രത്യേക ക്യൂ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ സംബന്ധിച്ചും വലിയൊരു ഉപകാരം തന്നെയായിരിക്കും അല്ലേ? സന്നിധാനം വരെ ആ ഒരു പ്രത്യേക സംവിധാനം അവർക്ക് ഉപകാരപ്പെടും. പക്ഷെ നടപ്പന്തൽ എത്തുന്നതിന് മുൻപ് ഉള്ള ബുദ്ധിമുട്ടുകൾ അത് അനുഭവിക്കുന്നതിന് മറ്റൊരു വഴിയും പ്രായോഗികമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. വലിയ പ്രതിഷേധങ്ങൾ ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും പാല പൊൻകുന്നം റൂട്ടിലൊക്കെ ആയിരുന്നു വലിയ തരത്തിൽ വാഹനങ്ങൾ പിടിച്ചിട്ടത്, മണിക്കൂറുകൾ പിടിച്ചിട്ടത്. 10-15 മണിക്കൂർ ക്യൂ നിന്നാൽ മാത്രമേ സന്നിധാനത്ത് എത്തുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ പോയത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള അയ്യപ്പ ഭക്തർ ഇന്നലെ ഉണ്ടാക്കിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്.
വലിയ വൈകാരികമായ പ്രതിഷേധങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അത്രമാത്രം മണിക്കൂറുകളോളം ക്യൂ നിൽക്കുക അല്ലെങ്കിൽ മണിക്കൂറുകളോളം വാഹനത്തിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നിരുന്നു. ഈ മാധ്യമങ്ങൾ നമ്മളടക്കമുള്ള ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് ശേഷമാണ് കുറച്ച് പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടായത് എന്നത് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും വാർത്തകൾ വന്നതിന് ശേഷമാണ് മണിക്കൂറുകളോളം വാഹനത്തിലടക്കം കുടുങ്ങിക്കിടന്ന ആളുകൾക്ക് ഒരു വെള്ളവും ഭക്ഷണവും അടക്കം എത്തിക്കാൻ പോലീസ് അടക്കം ഇടപെടൽ ഉണ്ടായത്. അത്തരത്തിൽ വലിയ തിരക്കായിരുന്നു ഇന്നലെ സന്നിധാനത്തുണ്ടായത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. അനുമോദിലേക്ക് തന്നെ തിരിച്ചെത്തണം. അതിനു മുൻപ് മണ്ഡലപൂജയ്ക്ക് ശബരിമല ഒരുങ്ങിയിരിക്കുകയാണ്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നുള്ള തങ്കയങ്കി ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും. ബുധനാഴ്ച രാവിലെ 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ് ഈ ദിവസത്തെ സവിശേഷത. വർഷത്തിലൊരിക്കൽ മാത്രമേ ഇത് ശബരിമല സന്നിധാനത്ത് കൊണ്ടുവരികയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് തലേ ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജ സമയത്തും മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തു. 26-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് ഈ തങ്കയങ്കി സ്വീകരിക്കാൻ വേണ്ടി അത് ബന്ധപ്പെട്ട അധികൃതർ ഇവിടുന്ന് പോയി സ്വീകരിച്ചുകൊണ്ട് വന്ന് 26-ാം തീയതി വൈകുന്നേരത്തെ ദീപാരാധന തങ്കയങ്കി ചാർത്തിയുള്ള ഒരു വിശേഷാൽ ദീപാരാധനയായിരിക്കും. തങ്ക അങ്കി ചാർത്തി ദീപാരാധന എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന ഇത്. അപ്പോൾ അത് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പതിവ് പോലെ ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ നടന്ന അതേ രീതിയിൽ എന്ന് പറഞ്ഞാൽ അതിലും ഭംഗിയാക്കുവാനായിട്ട് എല്ലാ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളും ഇതും നടന്നു വരികയാണ്. 1973 ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ 451 പവൻ തൂക്കമുള്ള തങ്കയങ്കി അയ്യപ്പന് സമർപ്പിച്ചത്. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് തങ്കയങ്കി സന്നിധാനത്തേക്ക് കൊണ്ടുവരിക. അയ്യപ്പ വിഗ്രഹത്തിന്റെ അതേ മാതൃകയിലാണ് തങ്കയങ്കി. അതേ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് സ്വർണ്ണ പീഠവും കിരീടവും തങ്കയങ്കി പീഠം പാതകം മാടകി കയ്യുട മുഖം കിരീടം എല്ലാം അതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് അത് കൊണ്ടുവരുന്നത്. വൈകുന്നേരം 5:30-ന് ശരംകുത്തിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് 18-ാം പടിക്ക് മുകളിലായി കൊടിമരത്തിന് മുന്നിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കും. 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. അന്ന് രാത്രി നടയടയ്ക്കും വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയ അയ്യപ്പ വിഗ്രഹം കാണാം. നാളെ ഉച്ചയ്ക്ക് 10:30-നും 11:30-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. അന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി. പിന്നീട് ഈ മാസം 30-ന് വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നതോടെ മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാകും. ന്യൂസ് 18 സന്നിധാനം. കല്ലും മുള്ളും ചവിട്ടി അയ്യനെ കാണാൻ കാനനപാതയിലൂടെ കാൽനടയായി എത്തുന്ന തീർത്ഥാടകർ നിരവധിയാണ്. ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് ഇത്തരത്തിൽ കിലോമീറ്റർ താണ്ടി കാൽനടയായി പരമ്പരാഗത പാതയിലൂടെ നടന്ന് ദിവസവും സന്നിധാനത്തെത്തുന്നത്. ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുമ്പോഴും കാനനപാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവില്ല. കഠിന വ്രതമനുഷ്ഠിച്ച് കല്ലും മുള്ളും ചവിട്ടി നടന്നാണ് ഓരോ അയ്യപ്പഭക്തന്റെ യാത്ര. തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കാൽനടയായി അയ്യനെ കാണാനെത്തുന്നത്. മനസ്സും ശരീരവും അയ്യനിൽ അർപ്പിച്ചുള്ള യാത്രയിലെ ദുരിതങ്ങൾ ഇവർ സ്വയം മറക്കുകയാണ്. காட்டுக்குள்ளே யாத்திரை ஐயப்பனை தேடி வர்றதுனால எந்த கஷ்டமும் பெருசாக தெரியறது கிடையாது. அதனால் அதை எந்த கஷ்டம் இருந்தாலும் சந்தோஷமாக ஏற்றுக்கிட்டு ஐயப்பனை பார்க்கக்காண்டி பாத யாத்திரையாக வந்துக்கிட்டு இருக்கோம். ഇടത്താവളങ്ങളിൽ വിശ്രമിച്ചും സ്വയം ഭക്ഷണം തയ്യാറാക്കി കഴിച്ചുമാണ് യാത്ര. ഓരോ ചെറു സംഘങ്ങളിലും 20 മുതൽ 30 വരെയുള്ള തീർത്ഥാടകരുണ്ടാകും. 10 മുതൽ 1 മാസം വരെ നടന്ന് സന്നിധാനത്തെത്തുന്നവരുമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവർ അച്ചൻകോവിൽ കല്ലേരി കോന്നി വഴിയുള്ള കാനനപാതയിലൂടെ നടന്നാണ് സന്നിധാനത്തെത്തുന്നത്. മകരവിളക്ക് ദർശനത്തിനാണ് ഇവരിൽ പലരും കാൽനടയായി എത്തുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. വീണ്ടും സേവ്യ അനുമോദിലേക്ക് തന്നെ പോവുകയാണ്. അനുമോദ സന്നിധാനത്ത് തുടരുന്നുണ്ട്. അനുമോദ, ഇന്നലെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്കൊക്കെ ഇന്നാണ് ദർശനത്തിന് സാധ്യമാവുക. അതും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയും ഈ ദർശനം സാധ്യമാകുക എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നും വലിയൊരു ഭക്തജന തിരക്ക് തന്നെ പ്രതീക്ഷിക്കേണ്ടേ? തീർച്ചയായും ഇന്നലെയും ഇന്നുമായിട്ട് പക്ഷേ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതിൻ്റെ കണക്കിൽ വ്യത്യാസമുണ്ട്.
ഇന്നലെ 90,000 മുകളിൽ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ടെങ്കിൽ ഇന്നത് 60,000 മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒരു 60,000 പേർ ഉച്ചയ്ക്ക് മുൻപ് ഇവിടെ എത്തിയാൽ മാത്രമേ അവർക്ക് ദർശനം സാധ്യമാവുകയുള്ളൂ. പക്ഷേ ഇന്നലെ ബുക്ക് ചെയ്തവർക്ക് തന്നെ പൂർണ്ണമായിട്ടും ഇന്നലെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. പലരും പമ്പയിൽ പോലും എത്താൻ കഴിയാതെ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അയ്യപ്പന്മാരുടെ കാത്തിരിപ്പ് പല ഘട്ടങ്ങളിലായി പലയിടങ്ങളിലായി കാത്തുകിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തവരുടെ എണ്ണത്തിൽ കുറവ് എന്നുള്ളത്, പക്ഷേ കഴിഞ്ഞ ദിവസം ദർശനം നടത്താൻ കഴിയാത്തവരുടെ എണ്ണം കൂടി കണക്കാക്കുമ്പോൾ ഇവിടെ തിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. രാവിലെ ശബരിപീഠം വരെ അയ്യപ്പന്മാരുടെ നിര നീണ്ടു കിടക്കുകയെന്ന് പറയുമ്പോൾ അവർ ഈ സന്നിധാനത്തേക്ക് എത്താൻ എങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് ഉച്ചവരെയെങ്കിലും സമയമെടുക്കും. പക്ഷേ ഉച്ചയ്ക്കാണെങ്കിൽ 3 മണിക്കല്ല നട തുറക്കുന്നത്, പകരം 5 മണിക്കാണ്. അതായത് 2 മണിക്കൂർ ദർശനത്തിൻ്റെ സമയം കുറവാണ് എന്നുള്ളത്. അപ്പോൾ അത്രയും സമയം കാത്തിരിക്കേണ്ട സാഹചര്യം. തങ്കയങ്കി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ ഒരു ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മണിക്കൂറുകൾ കാത്തുനിന്ന് പമ്പയിലെത്തിയാൽ തന്നെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് ഇനിയും മണിക്കൂറുകൾ എടുക്കുന്ന, അതും 15-16 മണിക്കൂർ എടുക്കുന്ന ഒരവസ്ഥ. ഇതുവരേക്കും എത്താൻ കഴിയാത്തവർക്ക് ഒരു പക്ഷേ നാളെ 9:45 സന്നിധാനത്ത് എത്തിയില്ലെങ്കിൽ അവർക്ക് നെയ്യഭിഷേകം ചെയ്യാൻ സാധിക്കണമെന്നില്ല. കാരണം നാളെ 9:45 വരെ മാത്രമാണ് നെയ്യഭിഷേകത്തിനുള്ള അവസരമുള്ളത്. അത് കഴിഞ്ഞാൽ മണ്ഡലപൂജയാണ്. വൈകുന്നേരം ബലിവരാസനം പാടി നടയടയ്ക്കുകയും ചെയ്യും. അപ്പോൾ നാളെ 9:45 സന്നിധാനത്ത് നെയ്യഭിഷേകം ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ അത് സാധിക്കുകയില്ല. അപ്പോൾ അവിടെ എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് മുമ്പിൽ വലിയ പ്രതിസന്ധികളുണ്ട്, വലിയ വിഷമങ്ങളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തിരക്ക് വർദ്ധിക്കുമ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഇതുപോലെ തന്നെ തുടരാനുള്ള ഒരു സാധ്യത തന്നെ നമ്മൾ മുന്നിൽ കാണണം. തീർച്ചയായും അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. നമ്മൾ ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ കണ്ടിരുന്നു. തമിഴ്നാട്ടിൽ നിന്നടക്കമുള്ള ഭക്തരുടെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം മണിക്കൂറുകളോളം ക്യൂ നിൽക്കുക, 10-15 മണിക്കൂർ ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം, കുട്ടികളടക്കമുള്ളവർ ഒപ്പമുണ്ട്. അതുമാത്രമല്ല വഴിയിൽ വാഹനത്തിലടക്കം കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. നമ്മളടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്തയിലൂടെയാണ് അവർക്ക് ഒരു വെള്ളം പോലും നൽകാനുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടായത്. അത്രമാത്രം തിരക്കാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അനുമോദ്, ഇന്നും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്കൊക്കെയുള്ളൊരു സാഹചര്യം തന്നെയാണോ? രാവിലെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒപ്പം മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായോ? ശബരിമലയിലും സന്നിധാനത്തും പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നതെല്ലാം പമ്പയിലോ നിലയ്ക്കലോ എത്താൻ കഴിയാത്ത അയ്യപ്പന്മാർ ആ ഇടങ്ങളിൽ മാത്രമാണ് നടത്തുക. കാരണം മണിക്കൂറുകൾ ഈ വഴിയിൽ 8-10 മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരിക, വാഹനം അനങ്ങാതെ ഒരിടത്ത് മാത്രം തന്നെ നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അയ്യപ്പന്മാരെ സംബന്ധിച്ച് വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്. അതിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ അത്തരം നിയന്ത്രണങ്ങൾ ഇന്നും ഉണ്ടെങ്കിൽ ഇന്നും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയുണ്ട്. അതേസമയം മണ്ഡല പൂജയുടെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ പുരോഗമിക്കുകയാണ്. കൂടുതൽ പോലീസിൻ്റെ സംവിധാനങ്ങൾ, കൂടുതൽ പോലീസുകാരെയൊക്കെ 100ഓളം പോലീസുകാരെ അധികമായിട്ട് വിന്യസിക്കുമെന്നൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ADGP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു സാധ്യതയും കാണുന്നുണ്ട്. അത്തരത്തിൽ തിരക്ക് അനിയന്ത്രിതമായി വന്നു കഴിഞ്ഞാൽ പക്ഷേ പലർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം തന്നെ. പ്രത്യേകിച്ച് കുട്ടികളുമായവർക്കും പ്രായമായവർക്കും ഒക്കെ മണിക്കൂറുകൾ കാത്തുനിന്ന് തന്നെ സന്നിധാനത്ത് എത്താൻ കഴിയുകയുള്ളൂ. ഇവിടുത്തെ ഒരു പരിമിതി നമുക്കറിയാം, ഇതൊരു കാരണക്ഷേത്രമാണ്. ഇവിടുത്തെ ഒരു ശരാശരി കപ്പാസിറ്റി ഒരു 70,000-80,000 അയ്യപ്പന്മാരെ ഒരു സമയം ഉൾക്കൊള്ളാനാണ്. അതായത് അയ്യപ്പന്മാർ വന്ന് തൊഴുതു മടങ്ങുക എന്നത് മാത്രമാണ് ഇവിടുത്തെ രീതിയിൽ ഉള്ളത്. പക്ഷേ അതിൽ കൂടുതൽ സമയം അയ്യപ്പന്മാർ ഇവിടെ ചെലവഴിക്കുകയാണെങ്കിൽ, തങ്ങുകയാണെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യം ഒരുക്കാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല. ഇതിന് ഞാൻ പറഞ്ഞത് കൊടുങ്കാടിനുള്ളിലാണ്, ഫോറസ്റ്റിൻ്റെ കർശന നിയന്ത്രണങ്ങളുണ്ട്. ഒരു ഷെഡ് കെട്ടുന്നതിന് പോലും അവർക്ക് അനുവാദം കിട്ടണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള കടുത്ത നിയന്ത്രണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ക്ഷേത്രമുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ 1,00,000 മുകളിൽ ആളുകൾ വരുമ്പോൾ തിരക്ക് അനിയന്ത്രിതമാകും. ഇവിടേക്ക് ആളുകൾക്ക് താഴെ നിന്നും പ്രവേശിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും.
അതെല്ലാം ഒരു പ്രായോഗികമായ പ്രശ്നങ്ങൾ തന്നെയാണുള്ളത്. ഇതിന് പരിഹാരം ഉണ്ടാക്കുക ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കഴിയുന്നതുമല്ല. ഇപ്പോഴാകെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ഇത്രയും തിരക്ക് ഇവിടെയുണ്ട്, അനിയന്ത്രിതമായ തിരക്കാണുള്ളത്. അയ്യപ്പന്മാർ ഈ ഒരു സാഹചര്യം മനസ്സിലാക്കുക മാത്രമാണ് മുമ്പിലുള്ളൊരു വഴി. വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യം, സന്നിധാനത്തെത്തിയാൽ, നടപ്പന്തൽ വരെ എത്തിയാൽ പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ സുഗമമായ ദർശനം, എല്ലാവർക്കും സുഗമമായ ദർശനം നടത്താനുള്ള സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇവിടെ എത്തിച്ചേരുക എന്നത് അതീവ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് ഈ തിരക്കിനിടയിൽ. തീർച്ചയായും ആ ഒരു വലിയ നീണ്ട ക്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അനുമോദൻ എന്തായാലും ശബ്ദമില്ല എന്ന് മനസ്സിലാക്കുന്നു. അനുമോദ് കുറച്ച് ദിവസങ്ങളായി ശബരിമലയിലാണ്, അവിടുത്തെ കാലാവസ്ഥയൊക്കെ വേറെയാണ്, അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനിയും അനുമോദന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റ് വാർത്തകളിലേക്ക് പോവാം. സന്നിധാനത്ത് താളലയം തീർത്ത കോഴിക്കോട്ടെ ഭജന സംഘം. നരുക്കുനി തൃക്കായ്ക്കുന്ന് ശിവ ഭജൻസാണ് സന്നിധാനത്ത് വേറിട്ട ഭജനകളുമായി തീർത്ഥാടകരെ ആസ്വാദകരാക്കിയത്. നരിക്കുനി തൃക്കൈക്കുന്നിലെ ശിവ ഭജൻസ് സന്നിധാനത്ത് തപ്പും തകിലുമടിച്ച് താളത്തിൽ പാടിത്തുടങ്ങി. ഗ്രാമീണ ശൈലിയിൽ പാട്ടുകൾ ഒന്നിനു പിറകെ ഒന്നായി താളത്തിൽ പിറന്നു വീണുകൊണ്ടേയിരുന്നു. സന്നിധാനത്ത് ഈ അവസരം ഇവർക്ക് ഒരു സ്വപ്ന സാഫല്യമാണ്. ആസ്വാദകരെ ഒപ്പം ചേർത്ത് ആവേശതാളത്തിൽ കൊടുമുടിയേറ്റിയാണ് ഈ 9 അംഗ സംഘം ഭജന അവസാനിപ്പിച്ചത്. ന്യൂസ് 18 സന്നിധാനം. But now it's a bunch of athletes. It's because of your leadership, sir. And women empowerment, it's not a talk now. It's just not a word. Every Indian girl is ready to dream, and they know their dreams will come true one day. And it was a dream come true, sir, when you announced 36 Olympics we are willing to host. We already started preparation. We already started meeting for that. And I'm ready to witness that big glory. India will be on the top of the world, sir. Thank you very much. Merry Christmas. കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പം ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവ് മാർപ്പാപ്പ ഭാരതത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് പാർട്ട് ഓഫ് 2024 ഓർ ദി ഫസ്റ്റ് പാർട്ട് ഓഫ് 25 തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഭാരതത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വരും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് സംസാരിച്ചത്. അദ്ദേഹം ഒരു ഉറപ്പ് പറയുക തന്നെയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് സംസാരിച്ചത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ഒരു പുതിയ സമീപനത്തിനും ഒരു പുതിയ ബന്ധത്തിനും ഇത് കാരണമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ചയായിട്ടില്ല. ഒരു രാഷ്ട്രീയ വിഷയവും ചർച്ചാ വിഷയമായില്ല. എന്നാൽ വ്യക്തിബന്ധങ്ങള് സമൂഹവുമായിട്ടുള്ളതായ ബന്ധത്തിന് കൂടുതൽ ആക്കം നൽകുന്ന ഒരു ഈവന്റ് ആയിരുന്നു ഇത്. അങ്ങനെ പ്രത്യേകമായിട്ടുള്ളൊരു പ്രഖ്യാപനമൊന്നും നടത്തിയില്ല. എന്നാൽ പൊതുവെ വളരെ സ്നേഹനിർഭരമായ ഒരു അന്തരീക്ഷമാണ് ഈ മീറ്റിംഗിൽ ഉടനീളം ഉണ്ടായിരുന്നത്. കൂടിക്കാഴ്ചകൾ തുടരുമെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
അതിനിടെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലെത്തി മതമേലധ്യക്ഷന്മാരെ കണ്ടു. ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്ന വിരുന്നിൽ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ബിഷപ്പുമാരായ അനിൽ കുട്ടോ കുര്യാക്കോസ് ഭരണികുളങ്ങര, പോൾ സ്വരൂപ് തുടങ്ങി വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ജോയ ലുക്കാസ്, അഞ്ജു ബോബി ജോർജ് തുടങ്ങി കലാ, കായിക, സാംസ്കാരിക, വ്യവസായിക രംഗത്തുള്ളവരും വിരുന്നിനെത്തി. അതിഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത വർഷം മാർപ്പാപ്പ ഇന്ത്യയിലെത്തുമെന്നും അറിയിച്ചു. മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അസുലഭ നിമിഷമെന്നും മോദി വിരുന്നിൽ പറഞ്ഞു. कुछ ही वर्ष पहले मुझे द होली पोप से मिलने का भी सौभाग्य मिला था. वो वाकई मेरे लिए बहुत ही यादगार पल था. साथियों, क्रिसमस के इस अवसर पर मैं देश के लिए, क्रिश्चियन कम्युनिटी के लिए एक बात जरूर योगदान करूंगा कि आपके योगदान को भारत गर्व से स्वीकार करता है. समाज सेवा में क्रिश्चियन कम्युनिटी बढ़ चढ़कर हिस्सा लेती है और आपकी कम्युनिटी गरीबों और वंचितों की सेवा के लिए हमेशा आगे रहती है. मैं क्रिश्चियन कम्युनिटी के लोकल के लिए और वोकल बनने के लिए आप सबका मार्गदर्शन को मिलता रहे. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇനി വയനാട്ടിലേക്കാണ് പോകുന്നത്. വയനാട് വാഗേരി സിസിയിൽ പശുവിനെ ആക്രമിച്ച കടുവയ്ക്കായി മേഖലയിൽ വനം വകുപ്പ് കൂട് സ്ഥാപിച്ചു. ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ തൊഴുത്തിന് സമീപത്താണ് ഇന്ന് വൈകുന്നേരം കൂട് സ്ഥാപിച്ചത്. ഇന്നലെയും പ്രദേശത്ത് വീണ്ടും കടുവയെത്തിയതോടുകൂടി കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ. ജിൻസ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ജിൻസ, ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കടുവാപ്പേടിയിൽ തന്നെയാണ് വയനാട്. ഈ ഒരു ഭീതി വയനാട്ടുകാരെ സംബന്ധിച്ച് ഒഴിയുന്നില്ല എന്നത് ഏറെ ആശങ്കയാണ്. നാട്ടുകാരുടെ ഒരു അവസ്ഥ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. കാരണം അത്രമാത്രം ഒരു മനുഷ്യജീവനടക്കം കഴിഞ്ഞ ആഴ്ച കടുവയെടുത്തത് നമ്മളൊക്കെ വേദനിപ്പിച്ചതാണ്. വീണ്ടും ഒരു കടുവയുടെ ഒരു സാന്നിധ്യം അവിടെ അറിയുകയാണ്. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? എന്താണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്? ഭവ്യ, വാഗേരി കൂടല്ലൂരിൽ ക്ഷീരകർഷകനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഈ മേഖലയിൽ വലിയ ഭീതിയിലാണ് നിലവിൽ കഴിയുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഈ കർഷകനെ കൊലപ്പെടുത്തിയ കടുവയെ പിടികൂടി തൃശ്ശൂരിലെ പുത്തൂർ മൃഗശാലയിലേക്ക് മാറ്റിയത്. ഇതോടെ ആശ്വാസമായെന്ന ധാരണയിലായിരുന്നു നിലവിൽ നാട്ടുകാർ. വീണ്ടും ഈ കടുവയെ എത്തിയെന്ന് സ്ഥിരീകരിച്ചതോടെ മേഖലയിലാകെ വലിയ ഭീതിയിലാണ്. ഈ വാഗേരിയിലാണ് വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം 24-നാണ് ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ 8 മാസം പ്രായം വരുന്ന ഈ പശുക്കിടാവിനെ കടുവ ഭക്ഷിച്ചത്. ഇതോടെ മേഖലയിൽ വലിയ ഭീതിയിലായിരുന്നു. ഈ കടുവ വീണ്ടും എത്തിയതോടെ ആണ് നിലവിൽ ഭീതി വർദ്ധിച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ കടുവ എത്തുമോ തിരിച്ചു വരുമോ എന്നുള്ള ഒരു നിഗമനമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ക്യാമറകൾ ഏകദേശം 10ഓളം ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറയിലാണ് കടുവയുടെ ദൃശ്യം പതിഞ്ഞത്. ഇതോടെയാണ് ഈ പ്രദേശത്ത് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും 3 ദിവസത്തിനകം ഈ കടുവ കുടുങ്ങുമെന്ന അനുമാനത്തിലാണ് വനംവകുപ്പിന്റെ കണക്കൂട്ടൽ. എന്തായാലും മേഖലയിലാകെ ഭീതിയിലാണ്. ഈ കടുവയെ എത്രയും പെട്ടെന്ന് കൂടുവെച്ച് പിടികൂടണമെന്നും ഈ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ജിൻസ, ഈ കടുവയെ കണ്ടത് ജനവാസ മേഖല തന്നെയാണല്ലോ അല്ലെ? തീർച്ചയായും ജനവാസ മേഖലയാണ്. അതുപോലെ തന്നെ ഒരു തോട്ടം മേഖല കൂടിയാണ്. ഇവിടെ നിരവധി എസ്റ്റേറ്റുകളുണ്ട്. ഇവിടെയുള്ളവരെല്ലാം തന്നെ കാപ്പി പറിക്കുന്ന ഒരു സീസൺ കൂടിയാണ്. ഇവരെല്ലാവരും വലിയ ഭീതിയിലാണ്. അത് കൂടാതെ തന്നെ ക്ഷീരകർഷകരും ഏറെയുണ്ട്. രാവിലെ പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യവും നിലവിലുണ്ട്. ഭൂയ തീർച്ചയായും അന്നന്നത്തെ ആഹാരം കണ്ടെത്താൻ അന്നന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് കൃത്യമായി ജോലിക്ക് പോയാൽ മാത്രമേ അവരുടെ കുടുംബം കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു കടുവാ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജോലിക്ക് പോലും പോകാൻ സാധിക്കാതെ വീട്ടിൽ തന്നെ അടച്ചിരിക്കാനുള്ളൊരു സാഹചര്യമായിരിക്കും അവിടുത്തെ ആളുകളെ സംബന്ധിച്ച്. നമുക്കത് മനസ്സിലാക്കാം. എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? ഈ കൂട് സ്ഥാപിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അതിന് എത്രമാത്രം അത് ഫലപ്രദമാകും? എന്താണ് ഈ അധികൃതരൊക്കെ പറയുന്നത്?
നിലവിൽ ഈ കടുവ ആക്രമിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസവും ഈ ആക്രമണത്തിനിരയായ ഈ പശു ആണെങ്കിലും ആളാണെങ്കിലും അതിനെ തിരിച്ച് രണ്ടാമത് ഭക്ഷിക്കാൻ വരുമെന്നൊരു കണക്കുകൂട്ടലുണ്ട്. ഈ സാഹചര്യത്തിലായിരുന്നു ഇവിടെ വനംവകുപ്പ് ഈ കൂടുകൂട്ടിയത്. എന്തായാലും ഈ മേഖലയിൽ കടുവ വിട്ടുപോയിട്ടില്ല എന്നുള്ള അനുമാനം തന്നെയാണ് വനംവകുപ്പുള്ളത്. പല ഭാഗങ്ങളിലും ഈ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം കടുവയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം വിട്ടുപോയിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ ഈ കടുവ കുടുങ്ങും എന്നുള്ള ഒരു അനുമാനം തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പുമുള്ളത്. ബോബിയ, കഴിഞ്ഞ പ്രജീഷ് എന്ന ക്ഷീരകർഷകനെ കടുവ കടിച്ചു കൊന്നത് നമ്മളെയൊക്കെ വേദനിപ്പിച്ചൊരു സംഭവമാണ്. അതിനുശേഷമാണ് വീണ്ടും കടുവ വയനാട്ടിൽ ഇറങ്ങിയത്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവർ വലിയ ഭീതിയിലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമായിരിക്കും. ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ടോ? കാരണം ഇതിനു മുൻപ് അവിടെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. കടുവയെ പിടിച്ചതിന് ശേഷവും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. കടുവയെ മയക്കുവെടി വെച്ച് കൊല്ലണമെന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം മേഖലയിൽ ഉണ്ടോ ജിൻസ്? നിലവിൽ പ്രതിഷേധമൊന്നുമില്ല. ഈ പ്രദേശത്ത് കൂടി സ്ഥാപിച്ചതോടെ ജനങ്ങളെല്ലാവരും ആശങ്ക അകറ്റാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് നിലവിലുള്ളത്. ഈ കഴിഞ്ഞ 1 വർഷം മുൻപേ ഈ പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം ഇവിടെ കൂടുവെക്കുകയും ഒരു പെൺകടുവയെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷമാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടാകുന്നത്. നിലവിൽ ഈ കടുവയെ പിടികൂടിയാൽ ഈ ബത്തേരിയിലെ നിലവിലെ കുപ്പാടിയിലുള്ള ഈ വന്യമൃഗ പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ നിലവിൽ 7 കടുവകളാണുള്ളത്. ഈ കടുവയെ എവിടെ പാർപ്പിക്കുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ നിലവിൽ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണ് ജനങ്ങളും ഉന്നയിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ഷീരകർഷകരാണ്. സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന നിരവധി ആളുകൾ ഈ പ്രദേശത്തുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. ഭവ്യ, തീർച്ചയായും ജിൻസാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചതിലൂടെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുകയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ജനുവരി 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനീഷ, ഇന്നലെ നമ്മൾ ഇതുവരെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സംഭവമാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിക്കുക എന്നത്. അത് ഇന്നലെ സാധ്യമായിട്ടുണ്ട്. ഈ പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സമയത്ത് ക്രൈസ്തവർക്കിടയിൽ ഒരു തേരോട്ടം, ക്രൈസ്തവരെ ഒപ്പം ചേർക്കുക എന്നുള്ളൊരു വിശാലമായ സാഹചര്യത്തിലേക്കാണ് BJP കടക്കുന്നതെന്ന് വേണ്ട ഇന്നലത്തെ ഒരു സംഭവം മനസ്സിലാക്കാൻ. തീർച്ചയായും ഭവ്യ, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ മണിപ്പൂർ കലാപം അടക്കമുള്ള പ്രശ്നങ്ങളിൽ കേന്ദ്ര സർക്കാർ നിസ്സംഗമായ നിലപാട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചതിലൂടെ ക്രൈസ്തവ വിഭാഗത്തെ ഒപ്പം നിർത്തുകയാണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനുവരി 1 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് സൂചന. MS അനീഷ് കുമാറിലേക്ക് ഉടനെത്താം. എന്തായാലും ഈ മണിപ്പൂർ വിഷയമടക്കം ഒരു പരിധിവരെ ക്രൈസ്തവരെ BJPയിൽ നിന്ന് അകറ്റി എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊരു മാറ്റം വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ഒരു പക്ഷേ ആദ്യമായി പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ ക്രൈസ്തവർക്കായി ക്രിസ്മസ് വിരുന്ന് സംഘടിപ്പിച്ചത്. മതമേലധ്യക്ഷന്മാരടക്കം ഈ ഒരു ചടങ്ങിൽ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്തിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണിപ്പൂർ വിഷയം ഒരു പരിധിവരെ BJP ക്രൈസ്തവരിൽ നിന്നും അകറ്റിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. അതിനൊരു മാറ്റം വരിക, ക്രൈസ്തവരെ ഒപ്പം ചേർക്കുക, ചേർത്ത് പിടിക്കുക എന്നൊരു ഉദ്ദേശം തന്നെയല്ലേ, എന്നൊരു തന്ത്രം തന്നെയല്ലേ BJP പയറ്റുന്നത്? തീർച്ചയായും അതൊരു രാഷ്ട്രീയ തന്ത്രമായി തന്നെയാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും ഈ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യമുള്ള ഇടങ്ങളിൽ ഒപ്പം കേരളം ഒരു വലിയ
പുതിയ കേന്ദ്രമാക്കി അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ സമാഹരിക്കുക എന്ന ലക്ഷ്യവുമായി BJP ഏറെ നാളുകളായി മുന്നോട്ട് വന്നു. പക്ഷേ വളരെ വർഷങ്ങളായി തന്നെയുള്ള പരിശ്രമം നടത്തിയിട്ടും ഒരു പാർലമെൻറ്റ് സീറ്റിലേക്ക് ജയിക്കാൻ BJPക്ക് കഴിയാത്തൊരു സാഹചര്യം, നിയമസഭാ സീറ്റിലെ ജയം തുടർച്ചയാക്കാൻ കഴിയാത്തൊരു സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗത്തിൽ ഒരു സ്വാധീനം കൂടി ഉറപ്പിച്ചാൽ മാത്രമേ എന്തെങ്കിലും നേട്ടം കേരളത്തിൽ ഉണ്ടാവാൻ കഴിയുകയുള്ളൂ എന്ന് BJPക്ക് അറിയാം. അതിൻ്റെ കൂടി ഒരു ഭാഗവുമായാണ് ക്രൈസ്തവ സഭാ വിഭാഗങ്ങളോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടത്തിയ വിരുന്ന്. ഇതിനുശേഷം അടുത്ത ഇടയ്ക്ക് തന്നെ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായി, കേരളത്തിലെ സഭകളിലെ മേലധ്യക്ഷന്മാരുമായി ഈ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്നാണ് അറിയിക്കാൻ കഴിയുന്നത്. ഇന്നലത്തെ വിരുന്നിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഈ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്കൊപ്പം ഈ വ്യവസായ രംഗത്തെ പ്രമുഖർ, കായിക താരം അഞ്ജു ബോബി ജോർജ് തുടങ്ങിയ വിവിധ തലങ്ങളിലുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു. അതുവഴി കൃത്യമായൊരു സന്ദേശം, ഈ പ്രധാനമന്ത്രി നിങ്ങളെ എത്രമാത്രം കരുതുന്നു, അല്ലെങ്കിൽ BJP നിങ്ങളോട് എത്രമാത്രം അടുക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദേശം നൽകുക എന്നതാണ്. ഒപ്പം അദ്ദേഹം ആ വിരുന്നിൽ നൽകിയ ഒരു വിവരം, അതായത് മാർപ്പാപ്പ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നതാണ്. നമുക്കറിയാം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നേതാവ് എന്നത് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തെ എത്തിക്കുക എന്നത് വലിയ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയായി വേണമെങ്കിൽ വിശേഷിപ്പിക്കും. കാരണം ഈ അയോധ്യ ക്ഷേത്രം അടക്കമുള്ള നിർമ്മാണങ്ങൾ ഈ ഹൈന്ദവ മേഖലയ്ക്കായി അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കായി ചെയ്യുമ്പോൾ ക്രൈസ്തവർക്കായി നിങ്ങളുടെ ഏറ്റവും വലിയ മേലധ്യക്ഷനെ ഞങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും വലിയ തലവനെ രാജ്യത്തേക്ക് എത്തിക്കുന്നു എന്നത് ക്രിസ്ത്യാനികൾക്കുള്ളൊരു ഓഫറായി വേണമെങ്കിൽ പരിഗണിക്കാം. അത്തരത്തിൽ വിശ്വാസികളെ കൂടുതലായി BJPയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിനുള്ളത്. എന്നാൽ മറുവശത്ത് ഇതിനെതിരെ തടയിടാനുള്ള നീക്കങ്ങൾ ഒരു വശത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഈ ക്രൈസ്തവ മത ന്യൂനപക്ഷത്തിന് മാത്രമല്ല ഈ പ്രശ്നങ്ങളുള്ളത്, അവർക്ക് മാത്രമല്ല ആശങ്കകളുള്ളത്, അത് മുസ്ലിം വിഭാഗത്തിനും ഉണ്ട് എന്ന് ഇന്നലെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ ജനങ്ങളുടെ ആശങ്ക അല്ലെങ്കിൽ വിവിധ മതവിഭാഗങ്ങളുടെ ആശങ്കകൾ കേൾക്കാൻ കേന്ദ്രം തയ്യാറാവുന്നത് നല്ലതാണ്, ഈ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാവുന്നത് നല്ലതാണ്. പക്ഷേ അത് വോട്ട് തട്ടിയെടുക്കാനുള്ള ഒരു തന്ത്രമായി മാത്രം മാറരുതെന്ന് അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. അതിനൊപ്പം CPIയും ബിനോയ് വിശ്വം MP-യും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ആദ്യം ഈ ബിഷപ്പുമാർ വിചാരധാര വായിക്കണം, മണിപ്പൂരിനെ കുറിച്ച് മോദിയോട് ചോദിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ഉയരുന്നുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ചോദിക്കട്ടെ, പ്രധാനമായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നൽകിയ ഉറപ്പായിരുന്നു മാർപ്പാപ്പ ഇന്ത്യയിൽ എത്തുമെന്നുള്ളത്. അത് പാലിക്കാൻ പോകുന്നത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു വശത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂർ വിഷയം നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ വീണ്ടും ക്രൈസ്തവ സഭാ പ്രതിനിധികളുമായി ചർച്ച നടത്തും, കൂടിക്കാഴ്ച നടത്തും എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ ക്രൈസ്തവരെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം, വിശാലമായ ശ്രമം BJP നടത്തുമ്പോൾ എത്രമാത്രം ഈ BJPയുടെ ഒരു തന്ത്രത്തിൽ ക്രൈസ്തവ പ്രതിനിധികൾ, ക്രൈസ്തവർ വീഴുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും പൂർണ്ണമായി തള്ളിക്കളയാനൊന്നും കഴിയില്ല. കാരണം നേരത്തെ തന്നെ പല ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും BJPയോട് ചേർന്ന് നിൽക്കാം എന്ന ഒരു, അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നതിൽ വിരോധമില്ല, BJPക്ക് അയിത്തമില്ല എന്നിങ്ങനെയുള്ള ചില പ്രസ്താവനകളുമായി രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ചും ഈ റബ്ബർ വില വർധനവ്, റബ്ബറിൻ്റെ വിലക്കയറ്റം സൃഷ്ടിക്കുക, ഒപ്പം സഭകൾ നിരന്തരമായി ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അസ്പർശത BJPയുമായി ഇല്ല എന്ന് തന്നെ പലരും പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ BJPയുമായി കൂട്ടുകൂടാമെന്ന് പറയുന്നത് പോലും ഒരു വിലക്കപ്പെട്ട വാക്കായി മാറിയ കാലത്തു നിന്നുമാണ് വലിയ പുരോഗതി ഇക്കാലത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം ഇത്തവണയും കഴിഞ്ഞ തവണയും ഒക്കെ BJP നേതാക്കൾ ഈ ക്രൈസ്തവ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തുക, ഈ ദേവാലയങ്ങൾ സന്ദർശിക്കുക. ഇന്നലെയാണെങ്കിൽ പോലും സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ ഈ ക്രിസ്മസിൻ്റെ സന്ദേശവുമായി BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ അടക്കമുള്ള ആളുകൾ എത്തുന്ന ഒരു സാഹചര്യത്തിലും കേരളത്തിലും സമാനമായ രീതിയിലുള്ള ഒരു നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. അങ്ങനെ ഈ ക്രൈസ്തവരുമായി കൂട്ടുകൂടാൻ കഴിയാത്തവരല്ല, അല്ലെങ്കിൽ അവരുമായൊരു സഖ്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അല്ലെങ്കിൽ അതൊരിക്കലും നടക്കാത്ത കാര്യമല്ല എന്ന രീതിയിലേക്ക് തന്നെ എത്തുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം തൃശ്ശൂർ പോലുള്ള ലോക്സഭാ മണ്ഡലത്തിലൊക്കെ ഈ BJP വലിയ പ്രതീക്ഷ വെക്കുന്ന ഇടമാണ്. സുരേഷ് ഗോപിക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന പ്രതീക്ഷ, അദ്ദേഹം അവിടെ കേന്ദ്രമാക്കി നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ, ഒപ്പം അവിടെയൊക്കെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമായൊരു സ്വാധീനമുള്ളതാണ്. നിലവിലെ BJP സംഘടനാ ശക്തിക്കൊപ്പം അല്ലെങ്കിൽ നിലവിൽ ലഭിക്കുന്ന വോട്ടുകൾക്കൊപ്പം വളരെ ചെറിയ ഒരു ശതമാനമെങ്കിലും ക്രിസ്ത്യൻ വോട്ടുകൾ വന്നാൽ അത് വലിയ
നേട്ടമാകുമെന്ന് കരുതാം. അതാണ് ഈ മാർപ്പാപ്പ എത്തുമെന്നുള്ള ഓഫറൊക്കെ നൽകുമ്പോൾ അവർക്കൊരു വലിയ ഓഫറാണ് നൽകുന്നത്. കാരണം ഇത് ഞങ്ങൾ എത്തിക്കുന്നു, മാർപ്പാപ്പയെ എത്തിച്ച് നിങ്ങളുടെ പരമോന്നത നേതാവിനെ എത്തിച്ച് നിങ്ങളോടുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഈ മാർപ്പാപ്പയുമായുണ്ടായ കൂടിക്കാഴ്ച സവിശേഷമായ ഒരു അനുഭൂതിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു അനുഭൂതിയാണെന്നൊക്കെ പ്രധാനമന്ത്രി പറയുക. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ സഭകളെ അല്ലെങ്കിൽ ആ സഭയിലെ വിശ്വാസികളെ കൂടുതൽ തങ്ങളോട് അടുപ്പിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ BJP നേതൃത്വത്തിനുണ്ട്. കുറച്ച് നാളുകളായി ചെയ്തു വരുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അത് കുറച്ചുകൂടെ വിശാലമാക്കി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ നേരത്തെ തുടങ്ങിയ ഈ എഞ്ചിനീയറിങ്ങിന് ഈ മണിപ്പൂർ പോലെയുള്ള ചില വിഷയങ്ങൾ ഒരു തടസ്സമായി മാറിയിരുന്നു. വലിയ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ BJPക്കുണ്ടായിരുന്നു. എന്നാൽ ആ അകൽച്ച ഇപ്പോൾ പരിഹരിക്കുകയാണ് ക്രിസ്മസ് വിരുന്നിലൂടെ BJP ലക്ഷ്യമിടുന്നത്. അടുത്തതായി മാർപ്പാപ്പയെ കേരളത്തിലും ഇന്ത്യയിലും എത്തിക്കുന്നതിനോട് ലക്ഷ്യമിടുന്നത്. കേരളത്തിലെത്തുമ്പോൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരുമായുമൊക്കെ ആശയവിനിമയം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുങ്ങുന്നതും ഇതിനുവേണ്ടി തന്നെ ആണ്. ഭവ്യ, തീർച്ചയായും എം എസ് സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ന്യൂനപക്ഷങ്ങൾക്ക് അസംതൃപ്തിയുണ്ടെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതും അസംതൃപ്തി നീക്കാൻ ശ്രമിക്കുന്നത് നല്ല കാര്യമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രമല്ല മുസ്ലിം സമുദായത്തിനും ആശങ്കയുണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് അസംതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് അസംതൃപ്തി ഉണ്ട് എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം ചർച്ചയ്ക്ക് വിളിച്ചത്. അത് നല്ല കാര്യമാണ്. അത് ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക അകറ്റണം, അതാണ് ഒരു ഭരണകൂടത്തിന്റെ ചുമതല. അത് പ്രധാനമന്ത്രി എന്നോ തയ്യാറാകേണ്ടതായിരുന്നു. ഇപ്പോൾ മണിപ്പൂരിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ നിരന്തരമായി അവിടെ ക്രിസ്തീയ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മണിപ്പൂരിലൊക്കെ നമ്മൾ കണ്ടത്. അല്ല, മണിപ്പൂർ വിഷയം എന്നുള്ളത് മാത്രമല്ല, രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ആശങ്കകൾ, അത് ക്രിസ്തീയ സമൂഹം മാത്രമല്ലല്ലോ, മുസ്ലിങ്ങളടക്കമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കകളുണ്ട്. കാരണം ഇവിടെ വിശ്വാസത്തെ പല നിലയ്ക്ക് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അത് വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതൊരു ഭരണകൂടത്തിന് ചേർന്നതല്ല. ബിജെപിയുടെ സ്നേഹവിരുന്നിനെ വിമർശിച്ച മുഖ്യമന്ത്രി, ഒരു ജനതയെ കുരുതി കൊടുത്തിട്ട് വോട്ട് ചോദിച്ചാൽ അവർ കേൾക്കുമോ എന്ന് മുഖ്യമന്ത്രി. സംരക്ഷണം കൊടുക്കേണ്ടത് സമയത്ത് അത് കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് ഇന്ന്. പാർലമെന്റിൽ എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത BJP നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. മാനവീയ ഭീതിയിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. അറബിക്കടലിൽ 3 യുദ്ധക്കപ്പലുകൾ വിന്യസിച്ച ഇന്ത്യൻ നാവികസേന. ചരക്കുകപ്പലുകൾക്കെതിരെ ഡ്രോൺ ആക്രമണം നടന്ന പശ്ചാത്തലത്തിലാണ് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചത്. ആക്രമണം നടന്ന ചെംപ്ലൂട്ടോ കപ്പലിൽ ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. മിഥുൻ, ഒരു നിർണായക നീക്കം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗത്തുനിന്നുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, അറബിക്കടലിലെ സമീപകാല ആക്രമണങ്ങൾ കണക്കിലെടുത്താണ് പ്രതിരോധ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇന്ത്യൻ നാവികസേന ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. 3 യുദ്ധക്കപ്പലുകളാണ് ഇന്ത്യൻ നാവികസേന വിന്യസിച്ചിരിക്കുന്നത്. അതായത് ഗൈഡഡ് മിസൈൽ വേദ കപ്പലുകളായ INS മോർമുഗാവോ, INS കൊച്ചി, INS കൊൽക്കത്ത എന്നിവയാണ് വിവിധ മേഖലകളിൽ വിന്യസിച്ചിട്ടുള്ളത്. ആക്രമണത്തിനിരയായ ചെംപ്ലൂട്ടോ ഇന്നലെ വൈകിട്ടോടുകൂടി മുംബൈ തീരത്ത് സുരക്ഷിതമായി നങ്കൂരമിട്ടു. അതിനുശേഷം അതിൽ നിന്നുള്ള ചരക്കുകൾ മാറ്റിയതിനു ശേഷം ബംഗളൂരുവിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലവിൽ കപ്പൽ ഇന്ത്യൻ നേവി എക്സ്പ്ലോസീവ് ഓർഡിനൻസ് ഡിസ്പോസൽ ടീം പരിശോധിച്ച് പ്രാഥമിക വിലയിരുത്തൽ നടത്തുകയാണ്. അതായത് മിസൈൽ ആക്രമണം ഉണ്ടായതാണോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതല്ല, ഡ്രോൺ ആക്രമണം നടന്നത് തന്നെയാണ് എന്ന് ഇന്ത്യൻ നേവി സ്ഥിരീകരിക്കുകയും ചെയ്തു. കൂടുതൽ കണ്ടെത്തലുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു സംഘം ഫോറൻസിക് പരിശോധന നടത്തുന്നത്. ഉപയോഗിച്ച സ്ഫോടക വസ്തുവിന്റെ ഏതാണെന്ന് അറിയണം, അതടക്കമുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നാവികസേനയുടെ പരിശോധനയ്ക്ക് ശേഷം വിവിധ ഏജൻസികളുടെ സംയുക്ത അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ചെംപ്ലൂട്ടോയുടെ തകർന്ന ഭാഗം ഡോക്കിങ്ങും അറ്റകുറ്റപ്പണികളും നടത്താനുള്ള സാധ്യതയാണ് എന്തായാലും ഉള്ളത്. എന്തായാലും ഈ ഒരു കപ്പലിൽ നിന്ന് പൂർണ്ണമായും അതിന്റെ ചരക്ക് എല്ലാം മാറ്റിയതിനു ശേഷം കൃത്യമായ പരിശോധനകളാണ് ഇപ്പോൾ മുംബൈ തീരത്ത് നടത്തുന്നത്.
തീർച്ചയായും മിഥുൻ തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. മനുഷ്യക്കടത്ത് സംശയിച്ച ഫ്രാൻസിൽ തടഞ്ഞുവെച്ച ഇന്ത്യക്കാരുമായുള്ള വിമാനം എയർബസ് A340 വിമാനം ഇന്ത്യയിലെത്തി. യാത്രക്കാരിൽ 275 പേർ ഇന്ത്യക്കാരാണ്. ഉന്നത ഇടപെടലിനെ തുടർന്നാണ് വിമാനം വിട്ടയക്കാൻ ഫ്രാൻസ് തയ്യാറായത്. തീർത്തും ആശ്വാസകരമായ ഒരു വാർത്തയാണ്. മിഥുൻ വിവരങ്ങൾ നൽകും. മിഥുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭവ്യ, പുലർച്ചെ 4 മണിയോടുകൂടിയാണ് വിമാനം മുംബൈയിൽ ലാൻഡ് ചെയ്തത്. വിമാനം എയർബസ് A340 ആണ്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇന്ധനം നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കിഴക്കൻ ഫ്രാൻസിലെ വാഡ്രി വിമാനത്താവളത്തിൽ ഇറക്കിയത്. പിന്നാലെയാണ് യാത്രക്കാർ മനുഷ്യക്കടത്തിന്റെ ഇരകളാണെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഫ്രഞ്ച് പോലീസ് ഇടപെടുകയും തുടർന്ന് ഈ ഒരു വിമാനം പിടിച്ചുവെക്കുകയും ചെയ്ത് കൂടെ ആരുമില്ലാത്ത പ്രായപൂർത്തിയാവാത്ത 11 പേർ ഉൾപ്പെടെ ഏകദേശം 303ഓളം ഇന്ത്യക്കാരാണ് വിമാനം വാഡ്രി വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്നത്. അതേസമയം അഭയം വേണമെന്ന് ആവശ്യപ്പെട്ട 25ഓളം യാത്രക്കാർ ഇപ്പോഴും ഫ്രാൻസിൽ തുടരുകയാണ് എന്നാണ് ഫ്രഞ്ച് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് 275ഓളം യാത്രക്കാരാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയ വിമാനത്തിലുണ്ടായിരുന്നത്. ഉന്നത ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ വിമാനം വിട്ടു നൽകാൻ ഫ്രഞ്ച് സർക്കാർ തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം ഇന്ത്യൻ ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വിമാനത്തിലെ പല യാത്രക്കാർക്കും തങ്ങളുടെ സ്വന്തം യാത്രയിലേക്ക് മടങ്ങാൻ താല്പര്യമില്ല എന്നും ഒപ്പം തന്നെ ഇതേ തുടർന്ന് മടക്കയാത്ര അനിശ്ചിതത്തിലാണെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. പിന്നാലെയാണ് വിമാനം മുംബൈയിലേക്ക് പുറപ്പെടുകയും പുലർച്ചയോടുകൂടി മുംബൈയിൽ വിമാനം ലാൻഡ് ചെയ്യുകയും ചെയ്തത്. റൊമാനിയൻ ചാർട്ടർ കമ്പനിയായ ലെജൻഡ് എയർലൈൻസിന്റേതാണ് വിമാനം. അമേരിക്കയിൽ അഭയം തേടാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ നിക്കരാഗ എന്ന് പറയുന്നത്. നിക്കരാഗ വഴി അമേരിക്കയിലേക്ക് കടക്കുകയാണ് ഇവിടെ എത്തുന്നവരുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അത്തരത്തിലുള്ള ഒരു മനുഷ്യക്കടത്താണ് നടന്നതെന്നുള്ള ഒരു രഹസ്യ വിവരമാണ് ഫ്രഞ്ച് സർക്കാരിന് ലഭിച്ചത്, ഫ്രഞ്ച് പോലീസിന് ലഭിച്ചത്. അതിനെ തുടർന്നാണ് വിമാനം കസ്റ്റഡിയിലെടുക്കുകയും US കസ്റ്റംസ് ആൻഡ് ബോർഡർ പെട്രോൾ വിഭാഗത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 2023 സാമ്പത്തിക വർഷത്തിലടക്കം ഏകദേശം 96,000-ലകം ഏകദേശം 1 ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അനധികൃതമായി US-ലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ മുൻവർഷത്തെ കണക്കനുസരിച്ച് അപേക്ഷിച്ച് ഏകദേശം 51% ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു അമേരിക്കയിലെ അടക്കം കടക്കാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഫ്രഞ്ച് പോലീസിന്റെ ഭാഗത്തും ഉണ്ടായത്. എന്തായാലും ഉന്നത ഇടപെടലിനെ തുടർന്ന് ഇപ്പോൾ വിമാനം ഇന്ത്യയിലേക്ക് ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഏതായാലും ഇന്ത്യൻ ഏജൻസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. തീർച്ചയായും. ന്യൂസ് ഡെസ്കിൽ നിന്നും MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കേരളത്തിന് പിന്നാലെ കർണാടകയും കോവിഡ് ആശങ്കയിലാണ്. കർണാടകയിൽ 35 പേർക്ക് JN1 സ്ഥിരീകരിച്ചിട്ടുണ്ട്. JN1 ബാധിച്ച് 3 മരണവും സ്ഥിരീകരിച്ചു. ബംഗളൂരു നഗരത്തിൽ 20 പേർക്കും, മൈസൂരുവിൽ 4 പേർക്കും, മാണ്ഡ്യയിൽ 3 പേർക്കും, രാമനഗരയിൽ ഒരാൾക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. JN1 സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കടുത്ത ജാഗ്രതയിലാണ് കർണാടക. ഹിമാചൽ പ്രദേശിലെ ചന്ദ്ര നദിയിലൂടെ ജീപ്പ് ഓടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ലഹോർ സിബ്ജി ജില്ലയിലാണ് സംഭവം. അതേസമയം ജീപ്പ് ഓടിച്ചയാൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 പ്രകാരമാണ് കേസ്. ഭാവിയിൽ ആരും ഇത്തരം സാഹസങ്ങൾ ചെയ്യാതിരിക്കുന്നതിനാണ് കേസെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം. പത്തനംതിട്ടയിൽ കോയമ്പത്തൂരിലേക്കുള്ള റോബിൻ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചു. കോൺട്രാക്ട് കാരേജ് മാതൃകയിലാണ് സർവീസ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ശശിനാരായൺ വിവരങ്ങൾ പങ്കുവയ്ക്കും. ശശിനാരായൺ, ഈ റോബിൻ ബസും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന വകുപ്പ് തമ്മിലുള്ളൊരു മത്സരം നമ്മൾ ഇതിനു മുൻപ് പല ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ഇപ്പോൾ വീണ്ടും അത്തരത്തിലൊരു വാർത്തകളിലേക്ക് തന്നെ കടക്കുന്നു. കോയമ്പത്തൂരിലേക്കുള്ള റോബിൻ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് അവിടെയും പരിശോധന നടത്തിയിട്ടുണ്ട് എന്നറിയുന്നു. എന്താണ് വിവരങ്ങൾ?
സഭ്യ ഇന്ന് രാവിലെയാണ് റോബിൻ ബസ് വീണ്ടും നിയമപരമായുള്ള സർവീസ് ആരംഭിച്ചത്. കോടതി ഉത്തരവിനെ തുടർന്നാണ് ബസ് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. അത് നേരത്തെ ബസ് നിയമലംഘനം പെർമിറ്റ് ലംഘനം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 23-നാണ് ബസ് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തത്. തുടർന്ന് 1 മാസത്തോളം ബസ് പത്തനംതിട്ട SC എയർ ക്യാമ്പിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. തുടർന്ന് കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവിനെ തുടർന്നാണ് 80,000 രൂപ പിഴ അടയ്ക്കുകയും ചെയ്തതിന്റെ തുടർന്നാണ് ബസ് വീണ്ടും ഇന്ന് പുനരാരംഭിച്ചത്. അത് കോൺട്രാക്ട് ഗാരേജ് വ്യവസ്ഥയിലാണ് വണ്ടി ഇന്ന് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് യാത്രക്കാർ മാത്രമായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. എന്തായാലും പക്ഷേ ബസ് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് വിട്ടതിനു ശേഷം മൈലപ്പുറയ്ക്കും മണ്ണാർക്കുളത്തിനും ഇടവെച്ച് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നും ബസ് പരിശോധിച്ചു. പരിശോധനയിലൊന്നും കണ്ടെത്താനെത്തിയില്ല. കാരണം പെർമിറ്റ് ലംഘനം ഒന്നും നടത്തിയിട്ടില്ല. കാരണം നിലവിൽ യാത്രക്കാരുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത യാത്രക്കാർ മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ബസ് വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായി ഈ റോബിൻ ബസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമ പോരാട്ടം മോട്ടോർ വാഹന വകുപ്പും അതുപോലെ തന്നെ റോബിൻ ബസിന്റെ ഓണർമാരും തമ്മിലുള്ള ഒരു പരസ്പരമായുള്ള ഒരു നിയമ പോരാട്ടം, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ബസ് വീണ്ടും ഇന്ന് സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. നിയമലംഘനം, അതായത് കോൺട്രാക്ട് ഗാരേജ് അല്ലാതെ സ്റ്റേജ് ഗാരേജ് പെർമിറ്റ് ബസ് നടത്തിയാൽ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു വ്യവസ്ഥയെ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുള്ളത്. അത്തരത്തിൽ ഒരു നിയമലംഘനം നടത്തിയാൽ വീണ്ടും ബസ് പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള ഒരു നിയമലംഘനം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾ മാത്രമാണ് രാവിലെ ഉണ്ടായിരുന്നത്. അവരുടെ എല്ലാം വിവരങ്ങൾ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ മൈലപ്പുറയ്ക്ക് സമീപം വെച്ച് ബസ് തടഞ്ഞ് പരിശോധിച്ചതിന് ശേഷം ശേഖരിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ബസ് വിട്ടയക്കുകയാണ് ഉണ്ടായത്. 80,000 രൂപ അടച്ചതിന് ശേഷം 1 മാസത്തിന് ശേഷം ബസ് വീണ്ടും എയർ ക്യാമ്പിൽ നിന്നും പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നും ഇറക്കിയതിനു ശേഷം ഇന്ന് വീണ്ടും സർവീസ് പുനരാരംഭിച്ചിട്ടുള്ളത്. നന്ദി. ശശിനാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും വാട്ടർ സ്കൂട്ടറുമായി സാഹസിക സഞ്ചാരികളെ വരവേൽക്കുകയാണ് വർക്കല ബീച്ച്. തലസ്ഥാനത്തെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് വർക്കലയിലേത്. ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷിക്കാനെത്തുന്നവരെ ലക്ഷ്യമിട്ടാണ് വർക്കലയിലെ പുതിയ വാട്ടർ സ്പോർട്സ്. ക്രിസ്മസ് നവവത്സരാഘോഷങ്ങൾക്ക് വർക്കലയിലെത്തുന്നവർക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ നടക്കാം. തിരുവനന്തപുരത്തുകാർക്ക് ഇത് പുതിയൊരു അനുഭവം തന്നെ. നീളവും 3 മീറ്റർ വീതിയുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്. പാലത്തിന്റെ അവസാന ഭാഗത്ത് 11 മീറ്റർ നീളത്തിലും 7 മീറ്റർ വീതിയിലുമായി കാഴ്ചകൾ ആസ്വദിക്കാൻ പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. ഒരേ സമയം 300 ആളുകളെ ഉൾക്കൊള്ളാനുള്ള ശേഷി പാലത്തിനുണ്ട്. വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ബോട്ടുകൾ, ലൈഫ് ജാക്കറ്റുകൾ, ലൈഫ് ഗാർഡുകൾ, മത്സ്യത്തൊഴിലാളികൾ എന്നിവരുടെ സേവനവും. പ്രായഭേദമന്യേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. അങ്ങോട്ട് പോകുമ്പോഴേക്കും വലിയ തിരയൊക്കെ വരുമ്പോൾ നല്ലപോലെ ബൗൺസ് ആവുന്ന ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ട്. നല്ല രസമുണ്ടായിരുന്നു അങ്ങോട്ട് പോകുമ്പോഴേക്കും. വാട്ടർ സ്പോർട്സിന്റെ ഭാഗമായി ബനാന ബോട്ട്, ജെറ്റ് സ്കീ, സ്പീഡ് ബോട്ട്, ജെറ്റ് അറ്റാക്ക്, ATV എന്നിവയും വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര വകുപ്പിന്റെയും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെയും വർക്കല മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ തിരുവനന്തപുരം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് യാഥാർത്ഥ്യമാക്കിയത്. ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും ഒന്നുകൂടി സന്നിധാനത്തേക്ക് പോവുകയാണ്. സന്നിധാനത്തെ വിവരങ്ങൾ അറിയണം. സിവി അനുമോദ് അവിടെ തുടരുന്നുണ്ട്. അനുമോദ്, വലിയ ഭക്തജന തിരക്കാണ് രാവിലെ തന്നെ അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഉഷപൂജയ്ക്ക് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ അയ്യപ്പന്മാരെല്ലാം തന്നെ വരിയായിട്ട് കാത്തു നിൽക്കുന്നത്. ഇപ്പോൾ നട തുറന്നു കഴിഞ്ഞു. നമുക്ക് അയ്യപ്പന്മാരുടെ ഇനി ദർശനത്തിനായിട്ട് ശ്രീകോവിലിന് മുമ്പിലേക്ക് അയ്യപ്പന്മാർ വീണ്ടും വലിയ തിരക്ക്. ഇന്ന് രാവിലെ ഏതാണ്ട് 25,000 അയ്യപ്പന്മാർ ഇതിനോടകം നമ്മുടെ കയറിയെന്ന പോലീസിന്റെ കണക്കുകൾ പറയുന്നു. രണ്ടാമതായിട്ട് മണിക്കൂറിൽ 4,000-നും 5,000-നും ഇടയിൽ അയ്യപ്പന്മാർ മല കയറ്റുന്നുണ്ട്. അയ്യപ്പൻ സ്വാമി എവിടെ നിന്നാണ് വരുന്നത്? நாங்கள் வேலூர்லேருந்து வரோம் சாமி. ரொம்ப இதுவாக தான் இருக்குது சாமி. போன வருஷத்தை விட இந்த வருஷம் ரொம்ப குழந்தைங்களாம் ரொம்ப
எந்த வசதி இல்லை சாமி. யூரின், ஒரு டாய்லெட்டு, ஒரு குடிக்கிற தண்ணி எதுவுமே வந்து வெயில எதுவுமே. ஆமாம் சாமி, நேற்று 5 மணிக்கு ஸ்டார்ட் பண்ணோம். இப்போதான் தான் வந்ததும். குழந்தைகள் 2 குழந்தைகள் தான் சாமி. நல்லா இருக்கா? தண்ணி பிஸ்கட் எல்லாமே கிடைச்சிருதா? இப்போ ஐயரை காணாம போகுது, என்ன சொல்ல போகுது, என்ன ஃபீல் பண்றேன்? இதுக்கெல்லாம் அப்புறம் ஐயரை காணாம போகுது தானே? ஆமாம் சாமி ஃபர்ஸ்ட் டைம் வந்திருக்கு கண்டிச்சா. ஃபர்ஸ்ட் டைம் சாமி சிவகாசி. தண்ணி பிஸ்கட் எல்லாமே கிடைச்சதா? எவ்வளோ டைம் கியூவில் வந்தது? அது ரொம்ப நேரம். நேற்று சாயங்காலம் தான் ஸ்டார்ட் பண்ணிது. இன்னைக்கு வந்துட்டு பெருவழிப்பாதையாக வந்தோம் சாமி. தென்காசி மாவட்டம் முள்ளிக்குளம் மாரியப்பன் கோவில். உங்களுக்கு ஏதாவது எக்ஸ்பீரியன்ஸ் நல்லா ஒரு அமைதியாக இருக்குது, ஒரு நல்லா இருக்குது. ஆமாம், நல்லா ஃபுல், எந்த குறையும் கிடையாது. தண்ணி பிஸ்கெட்லாம் அரேஞ்ச் பண்ணி கொடுக்குறாங்க. இந்த ரூமில் அரேஞ்ச் பண்ணும்போது சாப்பாடுகள் கொஞ்சம் பக்தர்களுக்கு அரேஞ்ச் பண்ணி கொடுத்தா நல்லா இருக்கும். ஏன்னா 3 hours 2 hours வெயிட் பண்ணுறாங்க, பக்தர்களுக்கு சரியான சாப்பாடு கிடைக்க மாட்டேங்குது. அதுக்கும் கொஞ்சம் அரேஞ்ச் பண்ணி கொடுத்தா இன்னும் நல்லா இருக்கும். சாமி சரணம். சாமி கன்னடா. How much time you are waiting? 12 hours. కాకినాడ. எவ்வளோ டைம் வெயிட் பண்ணுது? టైం రోజు 2 hours. தண்ணி எல்லாமே బుద్ధిముట్టు కాకినాడ నుంచి వచ్చాం స్వామి. నిన్న ఉదయం వచ్చాం స్వామి. ఈ టైం పెట్టింది స్వామి. స్వామియే స్వామి శరణం. స్వామిల పోలీస్ సహకారం అంతా బాగుంది స్వామి. సౌకర్యం అంతా బాగుంది. తన్ని వాటర్ అంతా బాగుంది స్వామి. స్వామి శరణం. ഭവ്യ, ഇവിടെ സന്നിധാനത്തെത്തിയ അയ്യപ്പന്മാരാണ് ഇപ്പോൾ നമ്മളോട് അവരുടെ കാര്യങ്ങൾ പങ്കുവച്ചത്. പലരും ഇന്നലെ വൈകുന്നേരം 5 മണിക്കൊക്കെ സന്നിധാനത്തേക്കുള്ള യാത്ര തുടങ്ങിയവരാണ് പമ്പയിൽ നിന്നും. എല്ലായിടത്തും ഭക്ഷണവും ലഘുഭക്ഷണവും വെള്ളമൊക്കെ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും വരി നിൽക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ശബരിമലയിലെ ഒരു കാത്തിരിപ്പ് അത് മുൻപ് വന്നവർക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. കുട്ടികളുമായി വരുന്നവർക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. എന്താണെങ്കിലും അതിൻ്റെ ഒരു കാര്യങ്ങളാണ് അവർ നമ്മോട് പങ്കുവച്ചത്. ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് തുടരുന്നത്. പോലീസ് 4000-നും 5000-നും അയ്യപ്പന്മാരെ 18 കയറ്റി വിടുന്നുണ്ട്. പക്ഷേ പമ്പയിൽ നിന്നുള്ള നിയന്ത്രണം അത് ഇന്നലത്തെ അപേക്ഷിച്ച് കുറവാണെന്ന് വേണം പറയാൻ. കാരണം പമ്പ ഗണപതി കോവിൽ മുതൽ കുറച്ചു ദൂരം വളരെ ഫ്രീ ആയിട്ട് വരാൻ കഴിയും. പക്ഷേ ശബരിപീഠം മുതൽ പോലീസിന്റെ നിയന്ത്രണം ആരംഭിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് 8-9 മണിക്കൂർ എടുക്കുന്ന ഒരു സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. പമ്പ മുതൽ കടുത്ത നിയന്ത്രണമുണ്ട്. പക്ഷേ തിരക്കിന് യാതൊരു കുറവുമില്ല. ഭക്തജനങ്ങളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് നമ്മളോട് അവർ സംസാരിച്ചതും. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഭക്ഷണം കഴിച്ചതാണെന്നൊക്കെ ഒരു സ്വാമി പറയുകയുണ്ടായി. വലിയ ബുദ്ധിമുട്ടുകൾ താണ്ടിയാണ് ഭഗവാനെ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നത്. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. വള്ളുവനാട്ടിൽ ഇനി ഉത്സവങ്ങളുടെ കാലമാണ്. ഉത്സവ പറമ്പുകളിൽ ശ്രുതിമധുരമായ നാദലയങ്ങൾ തീർക്കുന്ന ചെണ്ടകളിൽ പാരമ്പര്യത്തിന്റെ കയ്യൊപ്പ് ചാർത്തുകയാണ് ലക്കിടി മൂന്നുണ്ണിപ്പറമ്പിൽ വേലായുധനും മകൻ പ്രകാശനും. കേരളത്തിലെ പ്രഗത്ഭരായ നിരവധി വാദ്യക്കാർക്ക് ചെണ്ടയും ചെണ്ടവട്ടങ്ങളും നിർമ്മിച്ചു നൽകുന്ന തിരക്കിലാണിവർ. പൂരപ്രേമികളുടെ മനം കവർന്ന് കൊട്ടിക്കയറുന്ന പാണ്ഡ്യയിലും പഞ്ചാരിയിലും പ്രധാനിയാണ് ചെണ്ട. ക്ഷേത്ര അനുബന്ധ ചടങ്ങുകളിലും പ്രഥമസ്ഥാനീയനാണ് ചെണ്ട. ചെണ്ട നിർമ്മാണത്തിന്റെ 100 വർഷത്തിലധികമുള്ള പാരമ്പര്യവുമായി സജീവമായ ചെണ്ട നിർമ്മാണത്തിലാണ് ലക്കിടി മൂന്നുണ്ണിപ്പറമ്പിൽ കുടുംബം. 74-കാരനായ വേലായുധനും മൂത്ത മകൻ പ്രകാശനുമാണ് ഇപ്പോൾ ഈ വഴിയിൽ സഞ്ചരിക്കുന്നവർ. വേലായുധനു പിറകിൽ സഞ്ചരിച്ച 3 തലമുറക്കാരും ചെണ്ട നിർമ്മാണം കുലത്തൊഴിലാക്കിയവരായിരുന്നു. പാരമ്പര്യമായി കിട്ടിയ ഈ തൊഴിൽ ഇപ്പോഴും നിലനിർത്തി പോവുകയാണ് ഈ അച്ഛനും മകനും. അത് തലമുറകളായിട്ട് മുത്തച്ഛന്മാർ, അച്ഛന്റെ അച്ഛനായിട്ടുള്ള കുറെ ഒരു 2-3 തലമുറക്കിന്റെ അപ്പുറം അവിടെ നിന്നുള്ള പാരമ്പര്യമായിട്ട് തൊഴിൽ ചെയ്യുന്നതാണ്. അതിലിപ്പോ ഞാനും പിന്നെ എൻ്റെ മൂത്ത മകൻ പ്രകാശൻ, ഞങ്ങൾ രണ്ടാളും കൂടെ പണിയെടുക്കുന്നത്. അനവധി മഹാന്മാര് ഇവിടെ വന്നിട്ട് നമ്മളെ ചെണ്ടവട്ടങ്ങളും ചെണ്ടയും വാദ്യോപകരണങ്ങൾ കൊണ്ടുപോകാറുണ്ട്. ഏറെ ശ്രമകരമായ പ്രവൃത്തിയാണ് ചെണ്ട നിർമ്മാണം. വേലായുധന്റെ ചെണ്ടവട്ടങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. അറവുശാലകളിൽ നിന്നും കൊണ്ടുവരുന്ന പ്രായം ചെന്ന മൂരിത്തോല് ഉണക്കിയ ശേഷം കമ്പുകളിൽ വലിച്ചു കെട്ടി ഉണക്കിയെടുത്ത് ചെണ്ടവട്ടത്തിനനുസരിച്ച് തുകൽ മുറിച്ചെടുക്കും. തുകലിനു മുകളിലുള്ള രോമങ്ങൾ കളഞ്ഞ് വെള്ളത്തിൽ കുതിർത്തിയെടുത്ത ശേഷം
ചെണ്ടയ്ക്കനുസരിച്ച് നിർമ്മിച്ച വളയലുകളിൽ മാടി പിടിപ്പിക്കും. ഈ വളയലുകൾ നിർമ്മിക്കുന്നതും ഇവിടെ തന്നെയാണ്. കാതലുള്ള പ്ലാവിന്റെ തടി കുഴിച്ചെടുത്താണ് ചെണ്ടക്കുറ്റികൾ നിർമ്മിക്കുന്നത്. കുറ്റികൾ ശബ്ദം വരുത്തി മിനുക്കുപണികൾ ചെയ്ത ശേഷം മാടിയ വട്ടങ്ങൾ കയറുപയോഗിച്ച് കുറ്റിയുടെ രണ്ടറ്റങ്ങളിൽ ബന്ധിപ്പിക്കും. ആവശ്യത്തിന് വലിച്ചു മൂപ്പിച്ച് ശബ്ദം വരുത്തിയ ശ്രുതി മനോഹരമായ വേലായുധന്റെ ചെണ്ടകൾക്ക് ആവശ്യക്കാരേറെയാണ്. ഒരു ചെണ്ടയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ ഏതാണ്ട് 20 ദിവസം വരെ സമയമെടുക്കും. 18,000 രൂപയാണ് ഒരു ചെണ്ടയുടെ വില. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വാദ്യകലാകാരന്മാർ വേലായുധന്റെ ചെണ്ടവട്ടങ്ങളെ തേടിയെത്താറുണ്ട്. അച്ഛന്റെ അച്ഛൻ വേലുവിൽ നിന്നും തലമുറ കൈമാറി വന്ന് സ്വായത്തമാക്കിയ ചെണ്ട നിർമ്മാണ കലയെ പ്രായത്തിന്റെ ആവശ്യകതകൾ ഒന്നുമില്ലാതെ ഇപ്പോഴും നിലനിർത്തി പോവുകയാണ് ഈ 74കാരൻ. ന്യൂസ് 18 പട്ടാമ്പി. ഉത്സവകാലത്തിന് കൂടുതൽ നിറം പകർന്ന കൊച്ചി ഫ്ലവർ ഷോ. പൂച്ചെടികളുടെ പ്രദർശനത്തിനൊപ്പം വിവിധ പവലിയനുകളും മത്സരങ്ങളും പുഷ്പമേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ പൂക്കളുടെ വർണ്ണവസന്തമൊരുക്കി കൊച്ചി മറൈൻ ഡ്രൈവിൽ 40ാമത് ഫ്ലവർ ഷോയ്ക്ക് തുടക്കമായി. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായാണ് ഫ്ലവർ ഷോ സംഘടിപ്പിച്ചിരിക്കുന്നത്. മറൈൻ ഡ്രൈവിൽ 5000 ചതുരശ്ര അടിയിൽ ഒരുക്കിയ പുഷ്പമേളയിൽ 5000 ഇനം ഓർക്കിഡുകൾ, 6 നിറങ്ങളിലായി പൂവിട്ട 1000 ലില്ലിച്ചെടികൾ, പുതിയ ഇനം പൂക്കളുള്ള 1200 അഡനിയം, വ്യത്യസ്ത ഇനങ്ങളിലുള്ള 2000 ജമന്തി ചെടികൾ, ഒരു ചെടിയിൽ 5 നിറങ്ങളിൽ പൂക്കളുള്ള 100 ബൊഗെയിൻവില്ല തുടങ്ങിയവയാണ് ഹൈലൈറ്റ്. മുൻ തവണകളിൽ നിന്നും വ്യത്യസ്തമായി വിപുലമായ രീതിയിൽ ഒരുക്കിയ ഫ്ലവർ ഷോ കാണാൻ എത്തുന്നവർ നിരാശരാകില്ല. ഞാൻ റേഡിയോയിൽ രാവിലെ കേട്ടിട്ടുണ്ടായിരുന്നു. അമ്മ രാവിലെ റേഡിയോ വെച്ചപ്പോഴത്തേക്ക് ഫ്ലവർ ഫെസ്റ്റിനെ പറ്റി പറഞ്ഞു കേട്ടു. അപ്പം അച്ഛൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞു നമുക്ക് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് പ്ലാന്റ് വെറൈറ്റീസും നല്ല രസമുണ്ട്. നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. ഇത് വളരെ വ്യത്യസ്തമായിട്ട് ഒരു ക്രിയേറ്റീവായിട്ടാണല്ലോ ഇത്തവണ. കേരളത്തിലെ ഏറ്റവും വലിയ പുഷ്പമേള എന്ന പ്രത്യേകത കൂടിയുണ്ട് മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്ന ഈ മേളയ്ക്ക്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് പ്രദർശനം. ജനുവരി 1 സമാപിക്കും. ന്യൂസ് 18 കൊച്ചി. കായിക വാർത്തകൾ. ഇന്ത്യ